അച്ചാറില്ലാതെ ചോറ് കഴിക്കാനുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ബീഫ് അച്ചാർ അങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ബീഫ് കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ഇത്ര ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് പൊടിഞ്ഞൊന്നും പോകണ്ട കേട്ടോ. ബീഫ് വെന്തതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കണം. നമ്മളടുത്തുള്ള എല്ലാം ഇതുപോലെ ഒന്ന് പൊരിച്ച് കോരി മാറ്റുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സെയിം എണ്ണയിൽ വേണമെങ്കിൽ കടുകിട്ട് പൊട്ടിക്കാം. അപ്പോൾ എൻ്റേത് കുറവായതുകൊണ്ട് ഞാൻ വേറെ എണ്ണ എടുത്തതാണ്. കടുക് പൊട്ടിയതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ പച്ചമുളകും അത്യാവശ്യം വലിയ പീസായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ തീ ഓഫ് ആവുകയാണെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് നമ്മൾ അച്ചാർ പൊടി ഇട്ട് കൊടുക്കുന്നത്. അച്ചാർ പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് വേണ്ടിയിട്ട് കല്ലുപ്പാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. കല്ലുപ്പും കൂടെ ചേർത്തിട്ട് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് തീ ഒരു പ്രശ്നമാണെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ തീയിൽ വേണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് ഇനി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ബീഫ് ഉണ്ടല്ലോ, പൊരിച്ച് വെച്ചിട്ടുള്ള ഈ ബീഫും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ ഇഞ്ചി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ സെപ്പറേറ്റ് ഇഞ്ചി തന്നെ അച്ചാർ ഇട്ടതുകൊണ്ടാണ് ഇതിൽ ഇഞ്ചി ചേർക്കാണ്ടിരുന്നത്. നല്ല പോലെ മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് വിനാഗിരി കുറവുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരിയും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ദിവസം ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ മനസ്സിലാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അച്ചാറുണ്ടല്ലോ സെറ്റാണ്. ഒന്ന് ട്രൈ